ഇത് കേരളത്തിലെ എല്ലാവരുടെയും അറിവിലേക്ക് പറയാണ്. ഈ ഡീൻ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫാക്കൽറ്റിയുടെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അസിസ്റ്റൻറ്റ് വാർഡന്മാർ, അതിന് കീഴിലാണ് ഹോസ്റ്റൽ ട്യൂട്ടർ, അതിന് ഹോസ്റ്റൽ കമ്മിറ്റി, ആ ഹോസ്റ്റൽ കമ്മിറ്റിയിൽ കുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡീൻ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന നിലയ്ക്ക് ഇതിൻ്റെ വരുന്നതാണ്. അപ്പോൾ വാർഡൻ എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഡീൻ ഈസ് ഓൾസോ എ വാർഡൻ ഓഫ് ദി ഹോസ്റ്റൽ. വാർഡൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ല, വാർഡൻ വേറൊരു ഭാഗമാണ്. അപ്പോൾ ഹോസ്റ്റൽ വേറെ, വാർഡൻ താമസിക്കുന്നത് വേറെ. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ മലയാളികൾക്ക് ഒരു സംശയമുണ്ട്, വാർഡൻ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നിട്ടും അറിഞ്ഞില്ല എന്നുള്ളത്. വാർഡൻ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 500 മീറ്ററെങ്കിലും അകലെയാണ് ഹോസ്റ്റൽ. അപ്പോൾ ഹോസ്റ്റലിൽ വാർഡൻ താമസിക്കുന്നില്ല. ചാർജുള്ള ഡെയിലി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് അസിസ്റ്റൻറ്റ് വാർഡനാണ്. ആ അസിസ്റ്റൻറ്റ് വാർഡനാണ് ക്യാമ്പസിൽ താമസിക്കണമെന്നുള്ളൂ, അദ്ദേഹം അവിടെ താമസിക്കുന്നില്ല. താമസിക്കേണ്ടത് റെസിഡൻറ്റ് ട്യൂട്ടർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് തന്നെ താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, അവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് റെസിഡൻറ്റ് ട്യൂട്ടറെ യൂണിവേഴ്സിറ്റി വെച്ചിട്ടില്ല. ഹോസ്റ്റൽ മാനേജർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്, അത് യൂണിവേഴ്സിറ്റി വെച്ചിട്ടില്ല. ഹോസ്റ്റലിലെ സെക്യൂരിറ്റി ഉണ്ട്, അത് നമ്മളൊക്കെ ആവശ്യപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു സംഘർഷം ഇല്ലാതെ നടക്കുന്ന ഹോസ്റ്റലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഒരു സെക്യൂരിറ്റി പ്രോബ്ലമായി മാറി. ട്യൂട്ടറിൻ്റെ അഭാവമുണ്ട്, അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാർഡൻ എന്ന് പറയുന്നത് ഒരിക്കലും ഹോസ്റ്റലിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഡീനാണ്, ഡീൻ അതിൻ്റെ അക്കാഡമിക് ഹെഡാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത്ര ഒരു ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും ഡീൻ അത് അറിഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? എന്താണ് അവിടെ നടപടി എടുക്കാൻ വൈകാൻ കാരണം എന്താണ്? നടപടി എടുത്തിട്ടുണ്ട്. ഡീൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് 2024 ഫെബ്രുവരി 18-നാണ്. അന്ന് CMൻ്റെ പരിപാടിക്ക്, മുഖാമുഖം പരിപാടിക്ക് അസിസ്റ്റൻറ്റ് വാർഡൻ കുട്ടികളെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്ന് എന്നെ 1:40 വിളിച്ച് പറഞ്ഞു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഉടനെ ഞാൻ ഇവിടുന്ന് പോയി ചെന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ കുട്ടികളിങ്ങനെ ആംബുലൻസ് പോലീസിനെയൊക്കെ അറിയിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് പറഞ്ഞു തൂങ്ങി മരണമാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു മുകളിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് സംഭവിച്ചതെന്ന് ഉടനെ ആണ് സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങൾ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇത് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസുകാരനോട് ചോദിച്ചു നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ജീവനുണ്ടെങ്കിൽ രക്ഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ തന്നെ പോലീസും ഇവിടെ വന്നു. ആംബുലൻസ് ഇങ്ങോട്ട് പോന്നു, പോലീസ് ഹോസ്റ്റലിലെത്തി. അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ അതെല്ലാം ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം മാത്രമാണ്. വാർഡൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പൊള്ളയായ ന്യായീകരണം. അല്ലാതെ ന്യായീകരണം എത്രത്തോളം പിടിച്ചേക്കാൻ പറ്റും? അവിടെ താമസിക്കണമെന്നില്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ. അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നത് അവിടുത്തെ കുട്ടികൾ 130ഓളം കുട്ടികളുണ്ടല്ലോ. ആ 130ഓളം കുട്ടികൾ ഇതുവരെ പറഞ്ഞില്ല. അറിയാനുള്ള സംവിധാനമില്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ? അപ്പോൾ എങ്ങനെ അറിയണം? വേറെ ആരെങ്കിലും വന്ന് പറയണോ നിങ്ങളോട്? ആണ്, പറയണം. പുറത്തുനിന്നല്ല, ക്യാമ്പസിലുള്ള ആൾ വീട്ടിലിരിക്കല്ലേ. ക്യാമ്പസിലുള്ള ആൾ ഡീൻ്റെ പണി എല്ലാ ദിവസവും പോയിട്ട് സെക്യൂരിറ്റി സർവീസ് അല്ല. അല്ലല്ലോ, അവിടെ ഒരു കുട്ടി തൂങ്ങി വലിച്ചിരിക്കുകയാണ്, അവിടെ ഒരു ജീവൻ കൊലിച്ചിരിക്കുകയാണ്. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡീൻ എങ്ങനെ അറിയണം? വേറെ ആരും വന്ന് പറയണ്ടല്ലോ. അവിടുത്തെ അധ്യാപകർ പറയാം, മറ്റു കുട്ടികൾ അറിയാം. അപ്പൊ ഇവരുമായിട്ട് ആർക്കും ഡീൻ ബന്ധമില്ലേ? ആ കുട്ടികൾക്ക് ഡീനുമായിട്ട് ബന്ധമുണ്ടല്ലോ, അവർ പറഞ്ഞില്ലല്ലോ. അവിടെ കൂടെ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നു. ഒരാൾക്ക് ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു, എല്ലാവരും മിണ്ടാതെ നിന്നിട്ട് ഇതിൻ്റെ ചാർജുള്ള വൈസ് ചാൻസലർ പറയുന്നതോ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന പോലെയുള്ളത്. ഞാനിതിൻ്റെ ചാർജുള്ള ആളാണ്. ഈ ചാർജുള്ള ആൾ ഒരാളെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെല്ലും. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്.